നമുക്ക് പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് സങ്കീർത്തനം 91 ഒന്നിച്ചു വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ തണലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവവുമാകുന്നു എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. അങ്ങയുടെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അങ്ങയുടെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമായിരിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അമ്പിനെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ പേടിക്കണ്ട. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീണേക്കാം, എങ്കിലും അത് നിന്നോടടുക്കുകയില്ല. നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമെന്ന് നീ വയ്ക്കുകയും അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കുകയും ചെയ്തതുകൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നീ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടും, ബാലസിംഹത്തെയും സർപ്പത്തെയും നീ മെതിച്ചുകളയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചുകൊടുക്കും. ഇനി നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ലോകത്തിന്റെ ഭാരം എന്റെ തോളിലുണ്ടെന്നെനിക്ക് തോന്നുന്നു. എങ്കിലും അങ്ങയുടെ സാന്നിധ്യത്തിൽ എല്ലാ ബുദ്ധിയെയും കവിയുന്ന സമാധാനമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഈ ലോകത്തിലെ കഷ്ടതകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തളർന്ന ആത്മാവിന് വിശ്രമിക്കാൻ കഴിയുന്ന ഒരു ശാശ്വത വാസസ്ഥലമായി അങ്ങയുടെ ചിറകിൻതണലിൽ ഞാൻ അഭയം തേടുന്നു. ഈ ശാന്തമായ നിമിഷത്തിൽ എന്റെ ഹൃദയം അങ്ങയ്ക്കായി പൂർണ്ണമായും തുറന്നുതരുന്നു. എന്റെ എല്ലാ ഭാരങ്ങളും ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങാണ് എന്റെ സംരക്ഷകൻ, എന്റെ ശക്തമായ കോട്ട. ആവശ്യമുള്ള സമയങ്ങളിൽ എനിക്കെപ്പോഴും തിരിയാൻ കഴിയുന്ന ഏക ഇടം എന്ന് ഞാൻ അറിയുന്നു. എന്നോടുള്ള അങ്ങയുടെ സ്നേഹം അചഞ്ചലമാണ്. ആ സ്നേഹത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്റെ എല്ലാ ഉത്കണ്ഠകളും ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. എന്നെ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും നീതിയുടെ പാതയിലൂടെ നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ പരാജയപ്പെടാത്ത സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് മുന്നിലുള്ള അദൃശ്യമായ അപകടങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ സംരക്ഷിക്കണമേ. ഈ ലോകത്ത് എനിക്കു മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ശാരീരികവും മാനസികവും ആത്മീയവുമായ നിരവധി ഭീഷണികളുണ്ട്. എന്നാൽ അങ്ങ് അവയെല്ലാം കാണുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രലോഭനത്തിന്റെയോ വഞ്ചനയുടെയോ രൂപത്തിൽ വരുന്ന അപകടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ശത്രു എനിക്കു മുന്നിൽ വെച്ചിരിക്കുന്ന കെണികളിൽ വീഴാതെ എന്റെ പാദങ്ങളെ അങ്ങയുടെ വെളിച്ചത്തിൽ നയിക്കണമേ. അങ്ങയുടെ പാതയിൽ നിന്ന് എന്നെ അകറ്റുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് എന്നെ തടയണമേ. അങ്ങയുടെ ജ്ഞാനം എന്റെ വഴികാട്ടിയും അങ്ങയുടെ കൃപ എന്റെ ദിശാസൂചികയുമായിരിക്കട്ടെ. എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായും അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും ശാന്തമായ ജലാശയങ്ങളിലേക്കും നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾ കൊണ്ട് മറയ്ക്കുന്നതുപോലെ അങ്ങ് എന്നെ മറയ്ക്കണമേ. എന്റെ മനസ്സിനെ അലട്ടുന്ന നുണകൾക്കും വഞ്ചനകൾക്കുമെതിരെ ഒരു കോട്ടയായി നിൽക്കുന്ന അങ്ങയുടെ സത്യത്തിൽ ഞാൻ അഭയം കണ്ടെത്തട്ടെ. ഭയം എന്റെ ഹൃദയത്തിൽ വേരൂന്നുമ്പോൾ അങ്ങയുടെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, അവ അങ്ങയുടെ വിശ്വസ്തതയുടെ ജീവനുള്ള തെളിവുകളാണ്. ഉത്കണ്ഠയുടെയും സംശയത്തിന്റെയും അമ്പുകളിൽ നിന്ന് എന്നെ കാക്കുന്ന പരിചയായി ഈ വാഗ്ദാനങ്ങൾ മാറട്ടെ. അങ്ങയുടെ സത്യത്താൽ എന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ. ഈ ലോകത്തിലെ ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. എന്റെ എല്ലാ ഭയങ്ങളെക്കാളും വലിയ അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ സുരക്ഷിതനാണെന്നറിയുന്നത് എനിക്ക് സമാധാനം നൽകുന്നു.
കർത്താവേ, ഓരോ ദിവസത്തെയും വെല്ലുവിളികളെ നേരിടുമ്പോൾ അങ്ങെന്റെ ശക്തിയായിരിക്കണമേ. ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. എനിക്കൊറ്റയ്ക്ക് ഇവയെ നേരിടാൻ കഴിയില്ല. എന്റെ പാതയിലെ തടസ്സങ്ങളെ മറികടക്കാൻ അങ്ങയുടെ ജ്ഞാനവും ശക്തിയും എനിക്ക് നൽകണമേ. രാത്രിയുടെ നിശബ്ദതയിലുണ്ടാകുന്ന ഭയങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഇരുട്ടെന്നെ മൂടുമ്പോൾ അങ്ങയുടെ വെളിച്ചം എന്റെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. പകലിന്റെ തിരക്കുകളിൽ അപ്രതീക്ഷിതമായി വരുന്ന വെല്ലുവിളികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ സംരക്ഷണം എപ്പോഴും എന്റെ കൂടെയുണ്ടാകട്ടെ. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തലായി അത് നിലനിൽക്കട്ടെ. ഭയം എന്റെ ഹൃദയത്തെ കീഴടക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങ് എന്നോടൊപ്പമുണ്ടെന്നും അങ്ങയുടെ സംരക്ഷണം തുളച്ചുകയറാൻ കഴിയാത്തൊരു പരിച പോലെ എന്റെ മേലുണ്ടെന്നും ഞാൻ അറിയുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും അപകടങ്ങൾ വലുതായി തോന്നിയാലും അങ്ങ് എന്നെ സുരക്ഷിതമായി കാക്കുമെന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ അനീതികൾ കണ്ട് ഞാൻ നിരാശനാകാതെ എന്റെ കണ്ണുകളെ അങ്ങയിൽ തന്നെ ഉറപ്പിക്കാൻ സഹായിക്കണമേ. തിന്മ ചെയ്യുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിയേക്കാം. എങ്കിലും അങ്ങയുടെ നീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം അങ്ങ് കാണുന്നുവെന്നും ഉചിതമായ സമയത്ത് അങ്ങെല്ലാം ശരിയാക്കുമെന്നും ഞാൻ അറിയുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ കൈകളിൽ എടുക്കേണ്ടതില്ല, കാരണം അങ്ങാണ് അന്തിമവിധികർത്താവർ. അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. കർത്താവേ, ഒരു തിന്മയും എന്റെയോ എന്റെ പ്രിയപ്പെട്ടവരുടെയോ അടുത്തു വരാതിരിക്കട്ടെ. എന്റെ വീടിനെ അങ്ങ് സംരക്ഷിക്കണമേ. എന്റെ കുടുംബം, സുഹൃത്തുക്കൾ, എനിക്ക് പ്രിയപ്പെട്ടവർ എന്നിവരുടെ മേൽ അങ്ങയുടെ സംരക്ഷണം ഞാൻ യാചിക്കുന്നു. എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ കോട്ടയും പരിചയുമാണെന്ന വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കാൻ അങ്ങയുടെ ദൂതന്മാരോട് കൽപ്പിച്ചതിനായി നന്ദി. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നറിയുന്നത് വലിയ ആശ്വാസമാണ്. അങ്ങയുടെ സ്വർഗീയ ദൂതന്മാർ ഓരോ നിമിഷവും എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ദൂതന്മാർ എന്നെ കാക്കുന്നു എന്ന ഉറപ്പോടെ ധൈര്യമായി നടക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതുകൊണ്ട് എല്ലാ കഷ്ടതകളിൽ നിന്നും അങ്ങ് എന്നെ വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞാൻ അറിയുന്നതിനാൽ അങ്ങ് എന്നെ ഉയർത്തും. എന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി നൽകുന്നതിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദീർഘായുസ്സും സംതൃപ്തിയുള്ള ജീവിതവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ബന്ധങ്ങളിലും ജോലിയിലും ആരോഗ്യത്തിലും ആത്മീയ യാത്രയിലും അങ്ങയുടെ കരം കൂടെയുണ്ടാകട്ടെ. ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്രമിക്കുന്നു. അങ്ങ് എപ്പോഴും എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ജീവന്റെ ദാനത്തിനും അങ്ങയുടെ സാന്നിധ്യത്തിനും രക്ഷയ്ക്കും നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ദയവായി ആമേൻ എന്ന് ടൈപ്പ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിലെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ.